കുറച്ച് മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ഋഷിക്ക് സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദേശീയ തന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. പലരും സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് റീഇൻട്രൊഡ്യൂസിങ് റൂഷ് ചേച്ചി പോലാണ് ഈ സിനിമ എന്നുള്ളത്. അത് കേൾക്കുമ്പം വളരെ സന്തോഷമുണ്ട്. ഇവർ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അതെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ലൊക്കേഷനിൽ വെള്ളം ഒക്കെ നിർത്തിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഷൂട്ടിൻ്റെ ഒരു 10 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്യുന്ന നടന്മാരെ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ വെള്ളം നിൽക്കുമോ ഇല്ലയോ എന്ന് പോലും. അങ്ങനെ പലരും പറഞ്ഞു ഇത് നടക്കില്ല, കാരണം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് കാൽക്കുലേഷനുകളും ഒരുപാട് പ്ലാൻസും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളതിനെ അപ്രോച്ച് ചെയ്തത്. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ബണ്ട് പൊട്ടി വെള്ളം മൊത്തം പോവുകയും എല്ലാവരും കൂടെ ചാടി ഇറങ്ങിയ ബണ്ടൊക്കെ ശരിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അസുഖങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ദിവസം മൊത്തം വെള്ളത്തിൽ ഇരിക്കുന്നത് കൊണ്ട്. നമ്മൾ രാവിലെ ചെല്ലും, നനയും, ആ ഡ്രസ്സിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വൈകുന്നേരം വരെ ഇരിക്കുന്നതും. ചേച്ചിക്കൊക്കെ ഇപ്പോഴും കാലിയുന്ന ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല എന്ന് ചേച്ചി കാണുമ്പം പറയും. പക്ഷെ അവരൊക്കെ അതിനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടും എക്സൈറ്റ്മെൻറ്റോടും കൂടിയാണ് നോക്കി കണ്ടെത്തും. ചില സീനുകളൊക്കെ വീട്ടിനകത്ത് ചെയ്യുമ്പോൾ അവർ തന്നെ പറയും നമുക്ക് പുറത്തിറങ്ങി വെള്ളത്തിൽ ചെയ്യാം എന്നുള്ളത്. ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് സിനിമ ചെയ്തതും സിനിമയുടെ ഓരോ പ്രോസസ്സിലും അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, എഡിറ്റിംഗ് സമയത്തും എല്ലാം. അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷേ ഇതിന് കിട്ടിയൊരു റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ആ സിനിമ എൻഗേജിങ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കേരളത്തിൽ അത് ഫസ്റ്റ് വീക്കെൻഡ് ഉണ്ടാക്കിയ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ഫീമെയിൽ ലെഡ് മലയാളം ഫിലിംസിൻ്റെ കളക്ഷനോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ രണ്ട് സ്ത്രീകളുടെ ആത്മസംഘർഷമാണ്. അതെ അതെ, റിവ്യൂ ഒക്കെ വന്നിട്ട് പുറമേ ശാന്തമാണ്, ഉള്ളിൽ വലിയ വേലിയേറ്റമാണെന്നാണ് റിവ്യൂ വന്നിട്ടുള്ളത്. കാസ്റ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഒരു വിഷയിലേക്കും ഈ പർവ്വതിലേക്കും ഒക്കെ ചേച്ചി എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഷഹനാദ് DOP ആണ് ചേച്ചിയുടെ കാര്യം പറയുന്നത്. അന്ന് ചേച്ചി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചീനെ പോയി കാണുകയും ചേച്ചി ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് കേൾക്കുന്നോ എന്ന് ചോദിച്ച് ചേച്ചി കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ച്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ചലഞ്ചിങ് ആയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചേച്ചിക്ക് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ചെയ്യുന്ന സീൻസൊക്കെ ചേച്ചീനെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. സിനിമ ചെയ്തതിന് ശേഷവും ഇത്ര നാളായാലും അതിൻ്റെ ഒരു ഭാരം ഇപ്പോഴും മനസ്സിൽ ചേച്ചിക്കുണ്ടാകും. അതുപോലെ തന്നെ വളരെയധികം ജീവിതത്തിൽ വളരെയധികം ട്രാജഡീസും ഒക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ മരണത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ 50 ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് വരുന്നത്. പാർവതീനെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം സിനിമ എഴുതിയപ്പം ഞാൻ പാർവതീനെ ആദ്യം അപ്രോച്ച് ചെയ്യുകയും അന്ന് ഇത് ഭയങ്കര ഇമോഷണലി ഇൻറ്റൻസ് ആയതുകൊണ്ട് പാർവതിക്ക് അന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് പടം ഒന്ന് നിന്നുപോയി വീണ്ടും ഞങ്ങൾ പാർവതിയിലേക്ക് എത്തുകയും പാർവതി സ്ക്രിപ്റ്റ് കുറച്ച് മാറിയിട്ടുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും പാർവതി കേൾക്കുകയും കേട്ട് അന്ന് തന്നെ പാർവതിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർവതിയും ഈ പറഞ്ഞതുപോലെ വളരെയധികം ഹാർഡ് വർക്കും എഫോർട്ടും ഒരു സിനിമയിലേക്ക് ഇടുന്നതാണ്. പാർവതിയെ പോലെ ഒരാളുള്ളപ്പോൾ ആസ് എ ഡയറക്ടർ നമ്മുടെ ജോലി വളരെ എളുപ്പമാകും. സോ ബ്ലെസ്ഡ് എന്ന് പറയാനേ ഉള്ളൂ. ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല, അവരുടെ പെർഫോമൻസാണ് ഈ സിനിമേനെ എലിവേറ്റ് ചെയ്യുന്നത്. ഞാൻ എഴുതി വെച്ച പല സീൻ പോലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു പുതിയ മാനവും പുതിയൊരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സിനിമ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും അടുത്തതൊരു ഫീമെയിൽ ലെഡ് അല്ലാതെ ഒരു സിനിമ എഴുതി കാരണം ഫീമെയിൽ ലെഡ് ആയിട്ടുള്ള സിനിമ മൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളൊരു സിനിമ മൗണ്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരുപാട് കൂടെയുള്ള സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ദൈവം എന്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മൂമെൻ്റാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഹോപ്പ്ലെസ്നെസ്സിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട്. പക്ഷേ ഈ സിനിമ വിശ്വസിച്ച് റോണി സ്ക്രൂവാലയും ഹണീന്ദ്ര ഖാനും അഭിഷേക് ചോബയും മുന്നിലേക്ക് വന്നു, ആക്ടേഴ്സ് വന്നു, ഒരു കാസ്റ്റ് വന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. അദ്ദേഹത്തിന്റെ സിനിമയുടെ അനുഭവം എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടാണ് ഉള്ളൊഴുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്നുള്ളത്, ഉർവശിയുടെയും പാർവതിയെയും മാത്രം ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അത്രയധികം സക്സസ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉർവശിക്ക് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൂടി അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഇടവേള.